tasty hut. അസ്സലാമു അലൈക്കും. ഇന്നൊരു പിസയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. പിസയിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കടായി ചിക്കൻ പിസ്സ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണിത്. ഇതിന് മുമ്പ് ഞാനൊരു പിസ്സയുടെ റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അതും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കടായി ചിക്കൻ റെഡിയാക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ചെറിയ പീസസായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. വലുതാണെങ്കിൽ ഒരു പകുതി മതി. തക്കാളി അരിഞ്ഞതും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, ഇവ കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ തൈരാണ്. പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. പിന്നെ 1 പച്ചമുളക് അരിഞ്ഞത്, ഇവയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ കടായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ തയ്യാറാക്കാം. പിസ്സയുടെ ബേസും പിസ്സ സോസും ഒക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത പിസ്സയുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ മാവ് എടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കുക. എന്നിട്ട് അതിലുള്ള എയറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇനി ഞാനിവിടെ പിസ്സ ബേക്ക് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് വെച്ച് നമുക്ക് പരത്തി കൊടുക്കാം. കയ്യിൽ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം പരത്തി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പരത്തി കിട്ടും. അപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫോർക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുക്കാം. ഇതുപോലെ അധികം പൊങ്ങി വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് പിസ്സ സോസ് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സ സോസാണിത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക കാണാത്തവർ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ച കടായി ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സവാള ക്യൂബ്സായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അത് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മൊസറല്ല ചീസ് കൂടി ഗ്രേറ്റ് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ചീസ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിസ്സ കഴിക്കാൻ. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 21 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓവൻ ഇല്ലാത്തവർ അടുപ്പിൽ എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ പിസ്സ ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചൂടോടെ തന്നെ കുറച്ച് ഒറിഗാനോ വിതറി കൊടുക്കാം. ഒറിഗാനോ ആണ് പിസ്സയ്ക്ക് നല്ല ഫ്ലേവർ കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ യമ്മി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണ്. നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കിയാലല്ലേ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ അതോടൊപ്പം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്